മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിലാപം 3:41 ബുക്ക് ഓഫ് ലെമന്റേഷൻസ് ചാപ്റ്റർ 3:41 നമുക്ക് ധ്യാനിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. പ്രഥമ യാത്രയിൽ തന്നെ കടലിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന യാത്രാ കപ്പലിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാവും. ആധുനിക സജ്ജീകരണങ്ങളോടെ തീർത്ത ഈ പടുകൂറ്റൻ നൗകയിൽ യാത്രക്കാരായി എത്തിയവർ സമൂഹത്തിലെ ഏറ്റവും മാന്യ വ്യക്തികളുമായി. ആഹ്ലാദത്തോടെ ആരംഭിച്ച യാത്ര ഒടുവിൽ മഞ്ഞുമലയിൽ അടിഞ്ഞ് കണ്ണീർ സാഗരമായി തീർന്നു. ടൈറ്റാനിക്കിലെ യാത്രക്കാരിൽ ക്രൈസ്തവ കുടുംബത്തിലെ ഒരു അംഗമുണ്ടായിരുന്നു. കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ഇയാളുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥനയോടെയാണ് ആ യുവാവിനെ യാത്രയാക്കിയത്. വീട്ടിൽ തിരികെ എത്തിയ അവർ യാത്രാ ക്ഷീണത്താൽ തളർന്നു മയങ്ങിപ്പോയി. എങ്കിലും പാതിരാത്രിയിൽ ഏതോ ഒരു ഉൾവിളിയാൽ ഉണർത്തെഴുന്നേറ്റ കുടുംബനാഥൻ വീട്ടിലുള്ള അംഗങ്ങളെയെല്ലാം വിളിച്ചുണർത്തി. അയാൾ ഭയം നിഴലിക്കുന്ന കണ്ണുകളോടെ പറഞ്ഞു, അസാധാരണമായ ഏതോ ഭീതി എന്നെ വലയം ചെയ്യുന്നു. പ്രാർത്ഥിക്കുവിൻ, നിദ്ര വെടിഞ്ഞു പ്രാർത്ഥിക്കുവിൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്വരം ഞാൻ കേൾക്കുന്നു. അതോടെ കുടുംബാംഗങ്ങൾ എണീറ്റ് പ്രാർത്ഥന ആരംഭിച്ചു. പുലർച്ചെ 5 വരെ അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. 2 ദിനം കഴിഞ്ഞ് ദിനപത്രത്തിന്റെ 1-ാം പേജിൽ ടൈറ്റാനിക് ദുരന്തം പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. നടുക്കത്തോടും ഉത്കണ്ഠയോടും പത്രത്താളുകൾ മറിച്ച് അവർക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ ലിസ്റ്റിൽ തങ്ങളുടെ കുടുംബാംഗത്തിന്റെ പേരും കാണാൻ കഴിഞ്ഞു. അവർ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ യുവാവ് വീട്ടിൽ മടങ്ങിയെത്തി. വീട്ടുകാരും നാട്ടുകാരും അടങ്ങുന്ന വൻ ജനാവലി അത്യന്തം ആഹ്ലാദത്തോടെ അയാളെ എതിരേറ്റു. ജനങ്ങളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾക്കൊടുവിൽ അയാൾ തന്റെ രക്ഷപ്പെട്ട നിമിഷങ്ങളെപ്പറ്റി ഓർത്തു. എന്താണ് സംഭവിച്ചെന്ന് എനിക്കിപ്പോഴും ഓർക്കാൻ കഴിയുന്നില്ല. അപകടം സംഭവിച്ചപ്പോൾ അദൃശ്യമായ ഒരു കരം എന്നെ താങ്ങിയെടുത്ത് ലൈഫ് ബോട്ടിലേക്ക് എറിയുകയായി. യുവാവ് പറഞ്ഞ സമയം കണക്ക് കൂട്ടിയപ്പോൾ കുടുംബാംഗങ്ങൾക്കൊരു കാര്യം വ്യക്തമായി. തങ്ങൾ നിദ്ര വെടിഞ്ഞ് പ്രാർത്ഥിച്ച അതേ നിമിഷം തന്നെയാണ് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രാർത്ഥനയുടെ കൊടുങ്കാറ്റ് സ്വർഗത്തിന്റെ കവാടങ്ങളെ മലർക്കെ തുറക്കാൻ ഇട നൽകുന്നതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.